എല്ലാവർക്കും പുതിയൊരു സെമസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ആ ഒരു ടേം ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ്, എങ്ങനെയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ്, എങ്ങനെ നമുക്കൊരു ഓൺട്രപ്രണറായിട്ട് വരാം, അതിനൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് എങ്ങനെയാണ്, ദെൻ അതിൻ്റെ സ്റ്റേജസ്, എങ്ങനെ പ്രോജക്റ്റ് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ അല്ലെങ്കിൽ സബ്ജക്റ്റിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ടോപ്പിക് അല്ലെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഒരു ഓൺട്രപ്രണർ, എങ്ങനെയായിരിക്കണം ഒരു ഓൺട്രപ്രണറിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ ഇമ്പോർട്ടൻസ്, ദെൻ എന്തൊക്കെ റിസ്ക്കുകൾ, ഒബ്സ്റ്റക്കിൾസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആസ് എ ഇൻട്രൊഡക്ഷൻ നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് ദി എവല്യൂഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഓൺട്രപ്രണർ. എങ്ങനെയാണ് ഒരു ഓൺട്രപ്രണറായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിലേക്ക് വരാനുള്ള ഒരു സ്റ്റേജസ് അല്ലെങ്കിൽ എവല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഏർലി പീരീഡ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു പോയിന്റിൽ നമുക്ക് പറയാനുള്ളത് ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആക്ട് ആസ് എ ട്രേഡർ, ഒരു ട്രേഡർ ആയിട്ടായിരുന്നു ഒരു ഓൺട്രപ്രണറിൻ്റെ ആദ്യത്തെ റോളായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഓൺട്രപ്രണറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അങ്ങനെയായിരുന്നു. ആസ് ഒരു ട്രേഡറായിട്ട് നമുക്കറിയാം ഒരു ബാർട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് കയ്യിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഒരു ട്രാൻസാക്ഷൻ അങ്ങനെയാണ് നടന്നിരുന്നത്. ഇവിടെ ഒരു ഓൺട്രപ്രണർ എന്തായിരുന്നു, ഒരു ട്രേഡിങ്ങിലൂടെ ആൾക്ക് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുടെ കയ്യിൽ കൂടുതലായിട്ടുള്ള എന്താണോ ഉള്ളത്, ചിലപ്പോൾ എന്തെങ്കിലും റൈസ് ആയിരിക്കാം, വീറ്റ് ആയിരിക്കാം, എന്താണോ ആൾക്ക് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, ആ ഒരു നേച്ചറിലായിരുന്നു ആസ് എ ട്രേഡറായിട്ട് ആദ്യത്തെ ഒരു ഏർലി പീരീഡ് ആയിരുന്നത്. അത് കഴിഞ്ഞ് ഒരു മിഡിൽ ഏജ് ആയപ്പോഴേക്കും അതൊരു അതിൻ്റെ ഒരു കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് തുടങ്ങി. അതായത് ലാർജ് പ്രോജക്ട്സും കൂടി കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, കുറച്ചും കൂടി റിസ്കിലേക്ക് കൂടെ കിടക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ലാർജ് പ്രോജക്ട്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബിഗ് കോൺസെപ്റ്റിലേക്ക് അവർ മാറി തുടങ്ങി. ദെൻ 70th സെഞ്ച്വറി ആയപ്പോഴേക്കും അവർക്ക് മനസ്സിലായി നമുക്കൊന്നും കൂടി കുറച്ചും കൂടി റിസ്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റുമെന്നൊരു ചിന്താഗതി ആയതുകൊണ്ട് തന്നെ അവർ റിസ്ക് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലേക്ക് കമ്മിറ്റഡ് ആയി തുടങ്ങി. ദെൻ 80th സെഞ്ച്വറി ആയപ്പോഴേക്കും നമുക്കറിയാം ആ ഒരു പീരീഡ് അല്ലെങ്കിൽ 80th സെഞ്ച്വറി കൂടുതൽ ഇൻഡസ്ട്രി കോൺസെപ്റ്റഡ് ആയിരുന്നു. ഓക്കെ, കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ ഒരു ടൈം ആയപ്പോഴേക്കും അതായത് 80th സെഞ്ച്വറിയിലേക്ക് കൂടുതൽ ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്ത് തുടങ്ങി. അതായത് കുറച്ചും കൂടി വലിയ രീതിയിലേക്കുള്ള ഒരു ഓൺട്രപ്രണറായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടിയും സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിലേക്ക് മാറി തുടങ്ങി. ആൻഡ് 90th സെഞ്ച്വറി ആയപ്പോഴേക്കും ഒരു ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കൂടുതലായിട്ട് ഒരു പേഴ്സണൽ ഗെയിൻ, അതായത് പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതിനെ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഓൺട്രപ്രണറിൻ്റെ മാക്സിമം എഫേർട്ട്, റിസ്ക് ആൻഡ് അവരുടെ സ്കില്ല്, ഇന്നോവേഷൻസ് അതൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് 90th സെഞ്ച്വറി. ആൻഡ് 20th സെഞ്ച്വറി ആകുമ്പോഴേക്കും ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രൊമോട്ടറായിട്ടും ഒരു ബിസിനസ് പ്രൊമോട്ടറായിട്ടും അല്ലെങ്കിൽ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയായിട്ട് ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന രീതിയിലേക്ക് മാറി തുടങ്ങി. പ്രോഫിറ്റബിലിറ്റിക്കാണ് പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രൊമോട്ടർ ഉണ്ട്. പ്രൊമോട്ടർ മീൻസ് എന്താണ്, ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ 20th സെഞ്ച്വറി ആയപ്പോഴേക്കും ഓൺട്രപ്രണറും പ്രൊമോട്ടറും ഒക്കെ ഒരു വ്യക്തിയായി മാറി തുടങ്ങി. കാരണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും എഫേർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് 21st സെഞ്ച്വറി അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എന്താണ്, കൂടുതൽ വാല്യൂ ആഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇറക്കുന്നത് അല്ലേ. അതായത് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ നമുക്ക് എന്ത് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ആസ് എ കസ്റ്റമേഴ്സിനെ നമുക്ക് എന്താണ് വാല്യൂ ആഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ആ ചിന്തയിലേക്ക് മാറി തുടങ്ങി. അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കും ഒരു ഓൺട്രപ്രണറിൻ്റെ? പ്രോഫിറ്റാണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇങ്ങനെയാണ് ഒരു എവല്യൂഷനായിട്ട് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓൺട്രപ്രണറായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് വാട്ട് യു മീൻ ബൈ ഓൺട്രപ്രണർ അല്ലെങ്കിൽ എന്താണ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. JB says an entrepreneur is a one who brings together the factors of production and combines them into the product. ഒരു ഓൺട്രപ്രണർ ആളെ സ്വന്തം റിസ്കിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ ഫാക്ടേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക.
ദെൻ അതിനൊരു പ്രൊഡക്റ്റാക്കി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അതാണ് ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ആൻ ഓൺട്രപ്രണർ ഈസ് എ പേഴ്സൺ ഹൂ ഓർഗനൈസ് ആൻഡ് മാനേജസ് എ ബിസിനസ് അണ്ടർടേക്കിംഗ് ആൻഡ് അസ്യൂംസ് the risk involved in it for the sake of the profit oriented ആണ് അല്ലേ. നമുക്കറിയാം ഏത് ഓൺട്രപ്രണറും കൂടുതലായിട്ട് ചിന്തിക്കുക എങ്ങനെ ഇന്നോവേറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻവെൻഷൻ എടുത്ത് നമുക്ക് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും, അതും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു എൻ്റർപ്രൈസ് എന്ന രീതിയിൽ. ഈ ഓൺട്രപ്രണർ തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എ പ്രൊമോട്ടർ, അതായത് ബിസിനസ്സിൻ്റെ ആളുടെ ഐഡിയേനെ അവരെന്ത് ചെയ്യുന്നു, അത് ബിസിനസ്സാക്കി മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടി, നമുക്ക് ഈ ഒരു ഏരിയ നല്ലതായിരിക്കും, ഇതിലേക്ക് ആരും അധികം ഫോക്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് അത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി വി ക്യാൻ കോൾ ദ ഓൺട്രപ്രണർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺട്രപ്രണർ എന്താണ്, ആളെ സ്വന്തം റിസ്ക് ഏറ്റെടുത്തിട്ടാണ്, കാരണം വേറെ ആരുമല്ല, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരിക്കില്ല. ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക്, അതായത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ആൾ എന്ത് ചെയ്യുന്നു, റിസ്ക് ഏറ്റെടുത്ത് തന്നെ അത് പ്രോഫിറ്റബിളാക്കി മാറ്റിയെടുക്കുന്ന ഒരു സക്സസ്ഫുൾ ആണ് ഒരു ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ അതായത് ഓൺട്രപ്രണറും മാനേജറും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓൺട്രപ്രണർ എന്ന് മനസ്സിലാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ്, ഐഡിയാസ് അതൊരു ബിസിനസ്സാക്കി കൺവേർട്ട് ചെയ്യുക, അതായത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണർ എന്ന് പറയാൻ പറ്റും. ഇനി എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ? എ ഓൺട്രപ്രണർ സ്റ്റാർട്ട്സ് എ വെഞ്ചർ ബൈ സെറ്റിംഗ് ദ ന്യൂ എൻ്റർപ്രൈസ് ഫോർ ഹിസ് ഗ്രാറ്റിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓൺട്രപ്രണർ ആളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, അത് ആളുടെ ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കും. കാരണം അതുപോലത്തെ ഇപ്പോൾ ഓൺട്രപ്രണേഴ്സിനെ നിങ്ങൾ ഒന്ന് വാല്യൂ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരേ നേച്ചറുള്ള ബിസിനസ് നമുക്ക് കാണാൻ പറ്റില്ല, ഉണ്ടായിരിക്കും, ബട്ട് അതിലെന്തെങ്കിലും ഡിഫറൻസ് ആ ഒരു വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ബിസിനസ്സിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് കൊണ്ടുവരാനായിട്ട് നോക്കും. ഇനി ഒരു മാനേജറിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, ആളുടെ സർവീസ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് മാനേജേഴ്സിൻ്റെ ആവശ്യം വരും അല്ലേ. അങ്ങനെ ഒരു റോളാണ് ഏതിൽ വരുന്നത്, മാനേജേഴ്സിനായിട്ട് വരുന്നത്. അതായത് അവരുടെ സർവീസ് റെൻഡർ ചെയ്യുക ഫോർ ദ എൻ്റർപ്രൈസ്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൺട്രപ്രണർ ഈസ് എ ഓണർ ഓഫ് ദി എൻ്റർപ്രൈസ്. ഹീ ഈസ് എ ഓൺ ബോസ് അല്ലേ. ആളാണ് അതിൻ്റെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്, ഒരു ഓൺട്രപ്രണർ. കാരണം ആളാണ് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ആളാണ് അതിൻ്റെ CEO ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. ബട്ട് മാനേജർ എന്തായിരിക്കും, അതിലൊരു എംപ്ലോയി ആയിരിക്കും. ആ ഒരു എൻ്റർപ്രൈസിലെ വർക്കുകളൊക്കെ ഡേ ടു ഡേ ആയിട്ട് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരു മാനേജർ. അടുത്തൊരു ഡിഫറൻസ് എന്തായിരിക്കും, ദ ഓൺട്രപ്രണർ ബിയേഴ്സ് ഓൾ ദ റിസ്ക് ആൻഡ് അൺസർട്ടണിറ്റി. ശരിയാണ്, കാരണം നഷ്ടമായാലും ലാഭമായാലും എല്ലാം സഹിക്കുന്നത്, അതാണ് പറയുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടണിറ്റി. എന്തും ആയിക്കോട്ടെ അതെല്ലാം നേരിടാൻ അത്രയും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഒരു വ്യക്തി എപ്പോഴും ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എല്ലാ റിസ്കുകളും അൺസർട്ടണിറ്റി സഹിക്കേണ്ടി വരും. ബട്ട് മാനേജേഴ്സ് അങ്ങനെയാണോ? അല്ല, കാരണം അവർ ആസ് എ ഒരു എംപ്ലോയി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ അയ്യോ ആ റിസ്ക് എടുക്കേണ്ടി വരില്ല അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല. കാരണം അവർക്ക് റിസ്ക്കോ അല്ലെങ്കിൽ അൺസർട്ടണിറ്റി അതൊന്നും ബിയർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. അടുത്തൊരു ഡിഫറൻസ് ആണ് ദ ഓൺട്രപ്രണർ റിസീവ് ദ പ്രോഫിറ്റ് അല്ലേ. അവർക്ക് എത്ര റിസ്ക് എടുത്താലും അല്ലെങ്കിൽ അൺസർട്ടണിറ്റി ബിയർ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ബട്ട് മാനേജേഴ്സിനാണെങ്കിലോ അവർക്ക് കിട്ടുന്നത് സാലറിയാണ്. ദ ഓൺട്രപ്രണർ ഇൻട്രൊഡ്യൂസ് ഇന്നോവേഷൻസ് ആൻഡ് ന്യൂ ഐഡിയാസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഒരു ഓൺട്രപ്രണർ അവരുടെ സ്വന്തം ചിന്താഗതിയിൽ ഉദിച്ചു വരുന്ന ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകളാണ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. ഓക്കെ, ബട്ട് മാനേജേഴ്സ് എന്താണ്, അതിനൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യല്ല അവരെ ഹെൽപ്പ് ചെയ്യുക, ഒന്നെല്ലാം കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ്. അടുത്തത് ഒരു ഓൺട്രപ്രണേഴ്സിന് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. കാരണം A to Z വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ടെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൂടുതലുള്ളത് ഒരു ഓൺട്രപ്രണറാണ്. ബട്ട്
ഒരു മാനേജർക്കാണെങ്കിൽ അങ്ങനെയല്ല, അവർക്ക് റെസ്പോൺസിബിലിറ്റി കുറവാണ്. കാരണം അവർക്ക് എന്താണോ തന്നിരിക്കുന്ന ജോബ് അല്ലെങ്കിൽ അവരുടെ ജോബ് പൊസിഷൻ എന്താണ് അതിനനുസരിച്ചുള്ള വർക്കുകൾ മാത്രം അവർക്ക് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അവർക്കുള്ള റെസ്പോൺസിബിലിറ്റി വളരെയധികം ലോ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, ദ ഓൺട്രപ്രണർ ഈസ് എ സെൽഫ് മോട്ടിവേറ്റഡ്. അത് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വയം തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വയം തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലേക്ക് ഉദിച്ചു വരുന്ന ഐഡിയാസ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഓൺട്രപ്രണറായി മാറുന്നത്. ബട്ട് മാനേജേഴ്സ് എന്താണ്, ഈസ് എ മോട്ടിവേറ്റ് ബൈ ദി പവർ. കാരണം മാനേജർ എന്നൊരു രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നത് ആ ഒരു പവറോട് കൂടിയാണ്. ബട്ട് ഓൺട്രപ്രണർ എന്താണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് ഓൺട്രപ്രണർ ആൻഡ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. ചോദിക്കാറുള്ളതാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഡെഫിനിഷനാണ്. വാട്ട് മീൻ ബൈ, അല്ലെങ്കിൽ ഡിഫൈൻ ദ ഓൺട്രപ്രണർ ആൻഡ് വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓൺട്രപ്രണർ ആൻഡ് മാനേജർ. അതാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പോർഷൻ നമുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടേംസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം.